Yes, she's a very close friend of mine. Oh, is it? Okay. നിങ്ങൾക്ക് ഡോക്ടർ CJ റോയി എന്ന് പറയുന്നത് ഇപ്പോഴല്ലേ? ചിരിയങ്കണ്ടത്ത് ജോസഫ് റോയി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു പണ്ട്. ഡോക്ടർ റോയ് സംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത്. വീണ്ടും നമ്മൾ റോയി ആയിട്ട് തന്നെ വന്നിരിക്കുകയാണ്. ഞാനൊരു വോയിസ് ചെയ്തു. വോയിസിൽ ഞാൻ പല കാര്യങ്ങളും ഞാൻ സംസാരിച്ച കാര്യങ്ങളാണ് കൂടുതലും അതിനകത്തുള്ളത്. പക്ഷെ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു നിലവറയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വോയിസും കാര്യങ്ങളും നിങ്ങൾക്ക് വെച്ച് തരാം. ഞാൻ ആദ്യം ഈ ഒരു വീഡിയോ കാണുന്നത് എൻ്റെ ജ്യേഷ്ഠൻ യൂഷ്വൽ സൈക്കോ, അതായത് അതുൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, യൂഷ്വൽ സൈക്കോ എന്നാണ് ചാനലിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ചാനലിൽ കൂടെയാണ് ഞാൻ ഫസ്റ്റ് ടൈം ഈ ഒരു വോയിസും കാര്യങ്ങളൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ഒന്ന് സംസാരിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ KGF മൂവി കണ്ടതല്ലേ എല്ലാവരും? ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാണല്ലോ, ഈ സ്വർണത്തിൻ്റെ കാര്യങ്ങളും 48ഓളം ഏക്കർ ഭൂമിയിൽ അതിനകത്ത് സ്വർണം കാര്യങ്ങളൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ടെന്നൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ KGF നായകൻ യാഷിൻ്റെ. അപ്പം ഈ ഷൂട്ടിംഗ് സമയത്തൊക്കെ ഈ പറയുന്ന റോയും യാഷും ഒക്കെ ആയിട്ട് ഭയങ്കര കൂട്ടും കാര്യങ്ങളുമായിരുന്നു. ഭയങ്കര കാരണം ഇദ്ദേഹത്തിൻ്റെ ഭൂമിയാണത്, ഗവൺമെൻറ് പ്രോപ്പർട്ടി ഇദ്ദേഹം തട്ടിയെടുത്തായിരുന്നു ആ സമയത്ത്. അത് ബേസ് ചെയ്തിട്ടാണ് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തും ഒരു പടം റിലീസ് ആവുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു പടം ഇത്രയും വലിയ ഹിറ്റ് ആവുമെന്ന് അവർ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പം അന്നത്തെ IAS ഉദ്യോഗസ്ഥൻ രവിയുടെ മരണവും ഈ വസ്തുവും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ യാഷിൻ്റെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. Yes, she's a very close friend of mine. Oh, is it? Okay. അതെ, പുള്ളി ഈ KGF ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. He gets involved into every detail. As a hero, I've never seen anybody so detailed. ഓരോ സീനും പുള്ളി ഇൻവോൾവ് ആവും. So it comes into detailing. He is a hero, but he gets involved into every scene. നമ്മൾ പുറമേ കാണുമ്പോൾ ഭയങ്കര സ്റ്റാർഡം, പക്ഷേ he puts lots of effort. Even his new movie also, The Toxic, I'm sure that he gets into every detail. അപ്പോൾ your success lies in detail. KGFന്റെ ഷൂട്ടിംഗ് സമയത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ റോയി സംസാരിച്ചത്. ഈ പറഞ്ഞ സ്ക്രിപ്റ്റിന്റെ കാര്യങ്ങളാണെങ്കിലും ഏത് സീനിന്റെ കാര്യങ്ങളാണെങ്കിലും അത് ശ്രദ്ധിച്ചിരിക്കും എന്നൊക്കെയുള്ള കാര്യം ഇദ്ദേഹത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ എല്ലാവരും ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ടോക്സിക് മൂവിയുടെ കുറിച്ചായിരിക്കും ഇദ്ദേഹം സംസാരിക്കുന്നത്. അല്ല, KGFന്റെ ആണ്. ഇദ്ദേഹത്തിന്റെ വസ്തുവിലാണ് ഷൂട്ടിങ്ങും കാര്യങ്ങളും അവിടെ തന്നെയാണ് നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അവിടെ എങ്ങാണ്ട് ഇത്ര ഭാഗത്താണ് കുറച്ച് സ്വർണ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഈ ഇടയ്ക്ക് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ, ഇവർക്ക് നല്ല രീതിയിൽ, അതായത് 10 വർഷം മുമ്പ് ആ ഭൂമി സ്വർണവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അന്നത്തെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നൈസായിട്ട് ആ ന്യൂസ് അങ്ങ് ഒഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഇടയ്ക്കാണ് അതിൻ്റെ ചർച്ച നടക്കാവുന്നത്. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പിണ്ണാക്കും തലയിൽ കയറത്തില്ല. അത് ഓക്കെ, അത് നമുക്ക് വിടാം, ആ കാര്യം വിടാം. ഇവനെന്തോ KGFന്റെ കഥ പറയുന്നത്, ഈ വസ്തു എന്തുവാണ് സംഭവം എന്നൊക്കെ എല്ലാവർക്കും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലായി കാണുമായിരിക്കും. കോളാർ എന്ന് പറയുന്നൊരു സ്ഥലം, അവിടെ ഈ 48 ഏക്കർ അത് ഗവൺമെൻറ് പ്രോപ്പർട്ടി ഇദ്ദേഹം ഈ പറയുന്ന റോയി എടുത്തിട്ടുണ്ടായിരുന്നു. അത് വിഷയമായിട്ടാണ് ഒരു കേസും അവിടെ ഒരു പാവപ്പെട്ട IAS ഉദ്യോഗസ്ഥൻ്റെ ആത്മഹത്യ അങ്ങനെയൊക്കെയുള്ള ഒരു കഥകളുണ്ട്. റോയി ആ ഏരിയയിൽ ഭയങ്കര ഒരു നെഗറ്റീവായിട്ടുള്ളൊരു മനുഷ്യനാണ്. കർണാടകയിൽ ആൾക്കാർക്ക് വെറുപ്പാണ്. അവിടെ ഉള്ളവർക്ക് ഇദ്ദേഹത്തിന് നല്ല വെറുപ്പും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമുക്കിവിടെ ഒന്നും പറഞ്ഞ ആരുടെയും തലയിലൊന്നും കയറത്തൊന്നുമില്ല. എന്തായാലും വോയിസ് ഒന്ന് കേട്ടിട്ട് വരാം. ഈ വോയിസ് നിങ്ങളൊന്ന് കേൾക്കണം. ഞാൻ സത്യം പറയാൻ അതിശയിച്ചു പോയി. ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നിലപറയൂ. എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടിട്ട് വരാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്തൊക്കെ ലൈക്ക് ചെയ്തൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ട് റോയിയെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? നിങ്ങൾക്ക് പറ, ഇദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു അതോ മോശമായിരുന്നോ? നിങ്ങൾ തന്നെ പറ, അത് ഞാൻ ജനങ്ങൾക്ക് വിട്ടുതരുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് വോയിസ് കേൾക്കാം. നിങ്ങൾക്ക് ഡോക്ടർ CJ റോയി എന്ന് പറയുന്നത് ഇപ്പോഴല്ലേ? ചിരിയങ്കണ്ടത്ത് ജോസഫ് റോയി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു പണ്ട്. ഡോക്ടറായതും CJ റോയി ആയതും നിങ്ങളൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിനു മുമ്പൊരു ചരിത്രമുണ്ട്, അത് നിങ്ങളിൽ പലർക്കും അറിയത്തില്ല. അതൊരു പക്ഷേ റോയിയുടെ അമ്മയ്ക്ക് മാത്രം അറിയും. അത് നിങ്ങൾ ഇപ്പോഴത്തെ ആ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അമ്മയുടെ കരച്ചിൽ കണ്ടാൽ മാത്രം നിങ്ങൾക്ക് ബോധ്യമാവും ആരായിരുന്നു ആ അമ്മയ്ക്ക് ആ മകനെന്നും ആ മകൻ ആ അമ്മ എന്തായിരുന്നെന്നും. അതുകൊണ്ട് തന്നെയാണ് അവസാനമായിട്ട് എനിക്ക് അമ്മയോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ചിരിയങ്കണ്ടത്ത് ജോസഫ് റോയി ക്യാബിനിലേക്ക് പോയത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ സർ, എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത് ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ കുറിച്ചാണ്. എവിടാണ് നമ്പൂതിരി സർ? പക്ഷെ റോയി ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ വരുന്നതിന് മുൻപ് എനിക്ക് നമ്പൂതിരി സാറിനറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇന്ന് പറയുന്ന റോയിയെ റോയി ആക്കിയത്
നമ്പൂരി സാറാണ്, ക്രിസ്റ്റൽ ഗ്രൂപ്പാണ്. ഓക്കെ സർ. എനിക്ക് ചോദിക്കാനുള്ള ഒരു ബ്ലണ്ട് ചോദ്യമാണ്. ഡോക്ടർ CJ റോയിയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ ഒരു CJ റോയിയുടെ തന്നെ ഒരു B നിലവറ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ സാർ എന്താണ് അതിനെക്കുറിച്ച് കമന്റ് പറയാനുള്ളത്? ഞാനിന്നും വിശ്വസിക്കുന്നു റോയിയുടെ ഓഫീസിൽ അങ്ങനത്തെ B നിലവറയുണ്ട്. ആ B നിലവറയിൽ ഒരു പക്ഷേ നമ്പൂതിരിയുമായിട്ട് ബന്ധപ്പെട്ട രഹസ്യങ്ങളുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഇതെന്റെ ഒരു സംശയം മാത്രമാകാം. പക്ഷേ നാളെ ഒരു പക്ഷേ അത് കണ്ടുപിടിച്ചാൽ എന്റെ മനസ്സിൽ തോന്നിയത് അല്ലെങ്കിൽ തോന്നിപ്പിച്ചത് സത്യം. ഓക്കെ, അപ്പൊ ഈ B നിലവറയുടെ കാര്യമാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്പൂതിരിയുടെ കുറച്ച് കേസുകളും കാര്യങ്ങളും ആണെന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നിയ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോ ഒരു വീഡിയോ വെച്ചില്ലേ നമ്മുടെ KGF, അതായത് മറ്റേ ഭൂമിയുടെ കാര്യമുണ്ട്. കർണാടകയിലെ കോളാർ എന്ന് പറയുന്ന ഒരു ഭൂമിയുണ്ട് 48 ഏക്കറിന്റെ. അത് ഭയങ്കര വിഷയമായതാണ്. ആ വസ്തുവിന്റെ കാര്യങ്ങളും ആ അന്വേഷിച്ച IAS ഓഫീസർ ജീവൻ കളഞ്ഞതും അത് CBI അന്വേഷിച്ചതും അത് ഭയങ്കര വിവാദമായ ഒരു സംഭവമാണ്. എനിക്ക് തോന്നുന്നത് ആ കേസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ആ വസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കാണാൻ കൂടുതലും ചാൻസ് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അത് ശരിക്കും വിവാദമായ ഒരു സംഭവമാണ്. ഒരു ചെറിയൊരു പഴുത് കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് അതിനെ പൂട്ടാൻ വേണ്ടിയിരിക്കുന്ന ഒരു കേസായിരുന്നു അത്. അന്നത്തെ ഗവൺമെന്റ് ഉൾപ്പെടെ, അതായത് ഇപ്പൊ ഭരിക്കുന്ന കോൺഗ്രസ് ആയിരുന്നു അന്ന് ഈ പറയുന്ന റോയിക്ക് സപ്പോർട്ട് ചെയ്തത്. ഫുള്ള് സപ്പോർട്ട് അവരാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊന്നും ഇവിടെയൊക്കെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറഞ്ഞാൽ ഇവൻ എന്ത് തേങ്ങയാ പറയുന്നത്, വിവരക്കേടാണോ ഡാനി വിളിച്ചു പറയുന്നതെന്നൊക്കെ എല്ലാവരും പറയും. അതിപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായിട്ടാണ് പറയുന്നത്. പക്ഷെ അത് ആരും ഇവിടെ വിശ്വസിക്കുന്നില്ല. പിന്നെ അമ്മയുടെ കാര്യം പറയുന്നുണ്ട്, എന്തുണ്ടെങ്കിലും അമ്മയോട് പറയുന്നുള്ള രീതിയിൽ. ഒന്നുമില്ലായ്മയെന്നാണ് ഇദ്ദേഹം ഈ ഒരു ലെവലിൽ വന്നത്. ഒന്നുമില്ലായ്മയെന്ന്. അമ്മയോട് നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, ഒരു കുടുംബത്തിനെ ചതിച്ചിട്ടാണ് അയാൾ ഈ ഒരു നിലയിലോട്ട് വരുമ്പോൾ എന്ന് ആലോചിച്ച് നോക്കി. ആ കുടുംബത്തിന്റെ ശാപവും കാര്യങ്ങളും ഒക്കെയോ. പിന്നെ ഇപ്പൊ പറയുന്നുണ്ട് ബ്രാഹ്മണ ശാപം, ആ ശാപം, ഈ ശാപം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും എനിക്കൊന്നും അറിയത്തൊന്നുമില്ല അതിനെക്കുറിച്ചൊക്കെ. അതിനെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലേക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് എന്തായാലും ബാക്കി വോയിസ് ഒന്ന് കേൾക്കാം. ഓക്കെ സർ. ലത മേഡത്തെ കുറിച്ച് എന്താണ് സർ? അവരുടെ ഫാമിലി ആയിട്ടൊക്കെ നല്ല ആത്മബന്ധമുള്ളവരാണ്. അപ്പൊ സാറിന് അവരുടെ ഫാമിലിയിൽ എന്ത് സംഭവിച്ചിട്ടാണ് ആ ഒരു, ബിക്കോസ് CJ റോയ് സാറിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരുന്നു. ബിക്കോസ് ഞാൻ കേട്ടത് ഒരു 32-35 വയസ്സിലൊരു ഫ്ലൈറ്റ് ഒക്കെ വാങ്ങിച്ചു. ബട്ട് അതിന്റെ സോഴ്സ് ഓഫ് ഫണ്ടോ ഒന്നും ആ സമയത്തൊന്നും ആരും തിരക്കിയില്ല. അപ്പോൾ വളരെ കറക്റ്റ്. താങ്കൾ ഇപ്പോൾ പറഞ്ഞ ചോദ്യം തന്നെയാണ് ഞാൻ ചോദിക്കാനുള്ളത്. ഇത്രയും നാളിലുള്ള എനിക്ക് തോന്നുന്നൊരു 50-ന് മേലെ ഇന്റർവ്യൂകൾ ഞാൻ കണ്ടു. എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ 36ാമത് ഫ്ലൈറ്റ് വാങ്ങി, ഇത്ര റോൾസ് റോയ്സ്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ചോദിക്കുന്നുണ്ടോ സോഴ്സ് ഓഫ് ഫണ്ട്? ഇപ്പം നിങ്ങളിപ്പം IT കാരനാവണ്ട, ED കാരനാവണ്ട, ആരാണെങ്കിലും ഒരാൾ ഈവൻ ഒരു സൈക്കിള് വാങ്ങിച്ചാൽ, എൻ്റെ വരുമാനം 100 രൂപയാണെങ്കിൽ 1000 രൂപ കൊടുത്തൊരു സൈക്കിൾ വാങ്ങണമെങ്കിൽ അതിൻ്റെ ഫണ്ട് എവിടെ നിന്ന് വന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത ഇന്റർവ്യൂ ചെയ്യുന്ന ആരാണെങ്കിലും ഉണ്ടാവും. എക്സാക്ട്ലി സർ. ആണല്ലോ. അത് നിങ്ങൾ ആരും ചോദിച്ചു, താങ്കളെ എനിക്കറിയില്ല, പക്ഷേ ഒരാൾ പോലും ചോദിച്ചായിട്ട് ഞാൻ കേട്ടില്ല. പിന്നെ ലതാ മാഡത്തിന് എന്തെങ്കിലും ചോദിച്ചു, ഒരു നേരമെങ്കിലും ആ കൈകൊണ്ട് ഭക്ഷണം കഴിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇന്ന് കേൾക്കുന്ന സർജാപൂർ എന്ന് പറഞ്ഞ ബാംഗ്ലൂരിലെ സർജാപൂരല്ല 2006 ഉള്ള സർജാപൂർ. ഒരുപക്ഷെ നിങ്ങളൊക്കെ ഭയക്കും. ഒരു രാത്രിയിൽ 5 മണി കഴിഞ്ഞാൽ ആ റോഡിൽ കൂടി നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു സർജാപൂരായിരുന്നു. കേട്ടിട്ടുണ്ട് സർ. അത്ര വിജനമാണ്. കേട്ടിട്ടുണ്ട്. അന്നും പക്ഷേ ക്രിസ്റ്റൽ നമ്പൂതിരിക്ക് അവിടെ ഒരു സമുച്ചയമുണ്ട്, ഫ്ലാറ്റ് സമുച്ചയമുണ്ട്. അന്ന് റോയി ക്രിസ്റ്റലുമായിട്ട് യാതൊരു ബന്ധവുമില്ല സർ. അപ്പോൾ ഈ ദുബായിലും ഇവിടെയും ഇന്ത്യയിലും ബാംഗ്ലൂരും ഈ ഇത്രയും ഡെപ്റ്റ് ഇല്ലാത്തൊരു കമ്പനിയാന്ന് പറയുന്നു എല്ലാവരുടെ അടുത്ത്. ഈ ഇടയ്ക്കുള്ള കുറെ പരിപാടികളിലൊക്കെ കണ്ടു ഞങ്ങൾക്ക് ഒരു ഡെപ്റ്റ് ഇല്ലെന്ന്. പക്ഷെ സാറിന്റെ എന്താണ് ഇതിനെക്കുറിച്ചുള്ള 36ാമത്തെ വയസ്സിലാ ഇദ്ദേഹം ഹെലികോപ്റ്ററും ഫ്ലൈറ്റും അതും ഇതൊക്കെ മേടിച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇത് എവിടെ നിന്ന് ഇതിന്റെ പൈസയും കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ള രീതിയിലാണ്. ഒന്ന് ആലോചിച്ചേ, വെറും നമ്പൂതിരിയുടെ ഒരു മാനേജറായിട്ട് മാത്രം കയറിയ ഒരു വ്യക്തി പിന്നെ അവിടുത്തെ മെമ്പർ ആവുന്നു, പിന്നെ അഡ്മിൻ ആവുന്നു, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ. അതെന്തോ ആയിക്കോട്ടെ, ആ വ്യക്തി അവസാനം അതെല്ലാം മുടിപ്പിച്ചിട്ടാണ് പോയത്. കാരണം ഒരു സൈഡിൽ കൂടെ അദ്ദേഹം ഉണ്ടാക്കുന്നതൊക്കെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ എല്ലാം അദ്ദേഹം അങ്ങ് നൈസായിട്ട് അങ്ങ് ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഭാര്യയുടെ സമ്മതത്തോടാണെങ്കിൽ പോലും അതിൽ നിന്നുണ്ടാക്കിയ പണം തന്നെയാണ് അതെല്ലാം. അതിൽ നിന്നുണ്ടാക്കിയതാണ്. അവസാനം അവൻ ഷെയറും കൊണ്ടാണ് പോയത്. ഈ പറയുന്ന നമ്പൂതിരി അത്യാവശ്യം എന്താ പറയണ്ടേ, അഭിമാനിയായുണ്ട്, ഉള്ളതെല്ലാം വിട്ടുകൊടുക്കുകയും ചെയ്തു. പോയപ്പോഴോ
520 കോടിയിൽ നിന്ന് 32 വരുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് പോയില്ലേ, ഇതുപോലെ ഒരാൾ മതി, കൂടെ നിന്ന് ചലിക്കുന്ന ഒരാൾ മതി. ഇതാണ് പണ്ടുള്ളവരൊക്കെ പറയുന്നത്, മക്കളെ ആരും വിശ്വസിക്കുകയൊന്നും ചെയ്യരുത്, നമുക്ക് അനുഭവം വന്നാലേ പഠിക്കത്തുള്ളൂ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ, ഓരോന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങൾ. പിന്നെ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കൊച്ചു സ്ഥലം കണ്ടിട്ട് ഒരു അല്ലെങ്കിൽ ഒരു 50 ലക്ഷം രൂപയുടെ ഒരു വസ്തു മേടിച്ചിട്ട് നിങ്ങളൊരു 4 വർഷം കഴിയുമ്പോൾ നിങ്ങൾ കണ്ട 2-2.5 കോടി രൂപ. അവിടുത്തെ രീതി അങ്ങനെ. യു ആർ ഓൾസോ ബിസിനസ്മാൻ, അതുകൊണ്ട് ഞാൻ സാറിനോട് ചോദിക്കുവാണ്. ജേക്കബേ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് ഇന്ത്യ പോലൊരു രാജ്യത്ത് ഡെപ്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ കറക്റ്റ് ടാക്സ് പേ ചെയ്തിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈവൻ UAE പറ്റില്ല. പറ്റത്തില്ല. UAE അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എന്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് UAE ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, ബിസിനസ് പരമായിട്ടും പല രീതിയിലും. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, UAE പറ്റില്ല സർ. അപ്പൊ പിന്നെ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് സീറോ ഡെപ്റ്റ് എന്നുള്ള അവിടെ നിൽക്കട്ടെ, കറക്റ്റ് ആയിട്ട് ടാക്സ് പേ ചെയ്ത ഒരാൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ലെന്നാണ് എന്റെ അനുഭവം. ഞാൻ പറയുന്നത് UAE നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൈസ എത്ര വേണമെങ്കിലും അയക്കാൻ പറ്റുമായിരുന്നു. 2018 മുതൽ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ, അത് ഇന്ത്യയിലോട്ടാണെങ്കിലും അവിടെ ആണെങ്കിലും അത് ചെയ്തില്ലെങ്കിൽ അതിന്റെ പണി 18 കിട്ടും. ഇദ്ദേഹം എനിക്ക് തോന്നുന്നു 2018 മുതൽ ഉള്ള കാര്യങ്ങളൊന്നും സബ്മിറ്റ് ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ലായിരിക്കും. അങ്ങനെയും കുറെ കോടികൾ വെട്ടിച്ചെന്ന് തന്നെ പറയാം. ഇപ്പം കണക്കെടുത്ത് നോക്കുമ്പോൾ ചിലപ്പം എങ്ങനെ പോയാലും 4,000-5,000 കോടിയോളം രൂപ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. ഉള്ള കാര്യം തുറന്നു പറയും. ടാക്സ് കാര്യങ്ങളൊന്നും നിങ്ങൾ പറയുന്ന പോലെയല്ല. ചിലപ്പോൾ ഒരു ന്യൂസിൽ ഒരു കാര്യം വരുമ്പോൾ ഒരു നിസ്സാര കാര്യമായിട്ട് എല്ലാവരും കാണുമെങ്കിലും ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് നിങ്ങളുടെ തലയിൽ കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞപ്പോൾ ടാക്സ് കേസ് അങ്ങനെയൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടോ, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ഓക്കെ, വ്യാഖ്യാനിക്കാം, എന്നെ എങ്ങനെ വേണേലും അസസ് ചെയ്യാം. ഞാൻ അതിനൊന്നും ഇപ്പം ഞാൻ മാർക്കിടുന്നില്ല, നിങ്ങൾക്ക് ഞാൻ മാർക്കിടുന്നില്ല. നിങ്ങളോ എൻ്റെ വ്യൂവേഴ്സോ അത് കണ്ട് മനസ്സിലാക്കാം. സർ, ഒരു സുപ്രധാന ചോദ്യം, സാറിന് എന്താണ് തോന്നുന്നത്? ഈസ് ഇറ്റ് മർഡർ? മെന്റൽ പ്രഷർ കാരണം ഉണ്ടായതാണോ? എന്തായിരിക്കും സാറിന്റെ ഒരു കണക്കൂട്ടൽ? ബിക്കോസ് വേറെയും കുറെ റൂമേഴ്സ് ഉണ്ട്, ഈ ബ്രാഹ്മണ ശാപം എന്നൊക്കെ പറയുന്നു. അപ്പൊ ജസ്റ്റ് അതിന്റെ ഒരു I just want to know what is your assumption or what is your prediction on this? അത് ഞാനൊരു ബ്രാഹ്മണശാപം നിങ്ങൾ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ബ്രാഹ്മണശാപം കർമ്മ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ അത് കറക്റ്റായിട്ട് പറയാം. കാരണം ഈ ഒരു കാര്യം ഞാൻ ജനങ്ങൾക്ക് വിട്ടുതരിക, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമോ? നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള കാര്യങ്ങൾ അത് കമന്റ് ബോക്സിലായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. അത് നിങ്ങൾക്ക് വിട്ടുതരിക. ഞാനൊരു ഹാഫ് പോർഷനിൽ പറയുകയാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് തന്നെ ഞാൻ വരാം. 50% അതിന് സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഏതിനാണ് സർ ഈ പറഞ്ഞ ബ്രാഹ്മണ ശാപം? കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇന്ന് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ സർജാപൂരില് അന്ന് ക്രിസ്റ്റലിന് ഈ ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടായ സമയത്ത് റോയി എന്ന് ക്രിസ്റ്റലിന്റെ ആരുവല്ല. കുറച്ചൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് സർ. കറക്റ്റ് സർ. അതിനുശേഷമാണ് ഇദ്ദേഹം അവിടെ വരുന്നതും അവിടെ ജോയിൻ ചെയ്യുന്നതും. പിന്നെ പുള്ളിയുടെ ലക്കായിരിക്കാം, കഴിവായിരിക്കാം, അദ്ദേഹം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, കാരണം കോലറ്റ് പക്കാടിൽ നിന്ന് HPന്ന് റിസൈൻ ചെയ്തിട്ട് അദ്ദേഹം വന്ന് ജോയിൻ ചെയ്യുന്നു. ഈ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന് കൂടെ കുറച്ച് ടീം ഉണ്ടായിരുന്നു. പക്ഷേ നമ്പൂതിരി സാറിന്റെ കഴിവുകേടോ എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അദ്ദേഹം വന്ന് 101% വിശ്വസിച്ചിട്ടാണ് റോയിയെ ഒരു കാര്യം ഏൽപ്പിക്കുന്നത്. ആ ഏൽപ്പിച്ച കാര്യം റോയി ഭംഗിയായിട്ട്, ഒരുപക്ഷെ നമ്പൂതിരി സാർ വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ട് ചെയ്തു. മാത്രമല്ല, അന്ന് നമ്പൂതിരി സാറിനേക്കാളും കൂടുതൽ ഇതിനകത്ത് ശ്രദ്ധിക്കുന്നത് ലതാമാടവായിരുന്നു, അദ്ദേഹത്തിൻ്റെ വൈഫ്. നിങ്ങൾക്ക് അങ്ങനെ പറയുമ്പോൾ ലതാ നമ്പൂതിരി എന്നാണ് ഇപ്പോൾ പേര് പറയുന്നത്. ലതാമാടവായിരുന്നു കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. സാറ് സൈൻ ചെയ്യുക എന്നുള്ളതല്ലാതെ ആ ഒരു അവസ്ഥ മുതലെടുത്തുകൊണ്ട് അന്ന് സർജാപൂരിലെ കണ്ണായ സ്ഥലങ്ങൾ ഇന്നത്തത്, അന്ന് ഒരു മനുഷ്യനും വേണ്ടാതെ കിടന്ന സ്ഥലങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു സ്ക്വയർ ഫീറ്റിനൊക്കെ 20 രൂപയുള്ളൂ ഒരു സ്ക്വയർ ഫീറ്റിന്. ഓക്കെ, ഇന്ന് ആ 20 രൂപയുടെ സ്ഥാനത്ത് 2 ലക്ഷം രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് വേണം. ആ ലെവലിലേക്ക് കാര്യങ്ങൾ എത്തി. ഞാൻ ഈ ഇടയ്ക്ക് വിസിറ്റ് ചെയ്തിരുന്നു. പക്ഷേ നിങ്ങൾ ഇന്നും ശ്രദ്ധിച്ചോളൂ, 2006 അന്നും ക്രിസ്റ്റലിന്റെ ഒരു ഫ്ലാറ്റ് അവിടെ ഉണ്ട്. അന്ന് ഒരു ഫ്ലാറ്റ് ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അന്ന് ബാംഗ്ലൂരിൽ അവർക്കൊരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഒരു ബിസിനസ് സ്ഥാപനം തന്നെ ഇപ്പം ഇല്ല. ഇപ്പൊ ഞാൻ അറിഞ്ഞ എന്താന്ന് വെച്ചാൽ അവരിപ്പം ശരിക്കും അപ്പായിക്കൊണ്ട് വരുന്നതെന്നാണ് പറയുന്നത്. പോയതെല്ലാം തിരിച്ചു പിടിച്ചോണ്ടിരിക്കുകയാണെന്ന് ഒരു ന്യൂസ് ഇങ്ങനെ കേൾക്കാൻ ഇടയുണ്ടായിട്ടുണ്ടായിരുന്നു.
ഈ വിശ്വാസപ്പുറത്ത് ചെയ്ത ഓരോ കാര്യങ്ങളാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു കൃഷ്ണ നമ്പൂരിയുടെ കൂടെ വൈഫും കാര്യങ്ങളായിട്ട് അവർ പോകുന്നുണ്ട്. അപ്പം അതൊന്ന് ആലോചിച്ച് നോക്കി, എടുത്തുചാട്ടത്തിൻ്റെ ഓരോ ഇതൊക്കെ എന്തോ പറയാനാണെന്ന് പറഞ്ഞാൽ എടുത്തുചാട്ടം കാണിച്ചതിൻ്റെ ഫലമാണ്. അതുകൊണ്ട് ഇപ്പം അവൻ ഏത് ഉയരങ്ങളിലെത്തി, അങ്ങ് മറ്റേ ഉയരങ്ങളിലൊക്കെ എത്തി. റോയ് എത്തിക്കഴിഞ്ഞിട്ട് ഇപ്പം അതിനേക്കാളും വലിയൊരു ഉയരങ്ങളിലൊക്കെ എത്തിയിരിക്കുന്നു. വെറുതെ ചതിച്ച് നേടിയല്ലേ. എനിക്ക് അതിനോട് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആ വ്യക്തിയെ കുറിച്ച്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും കർണാടക എങ്കിൽ കർണാടക അവിടെ പോയി അവിടുത്തെ ഓരോ കാര്യങ്ങളും തപ്പിപ്പിടിച്ച് വീഡിയോസ് ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പ് ചെയ്തത്. ഒരുപാട് അവിടെ മെയിനായിട്ട് ആ IAS ഓഫീസറിന്റെ മരണത്തിനെ കുറിച്ചാണ് അവിടെ സംസാരം മൊത്തം. ഇനി ഓരോ സ്ഥലത്തും ഓരോ കഥകളാണ്. സ്ഥലം വാങ്ങിയതിനകത്ത് റോയി കുറേ കളിച്ചിട്ടുണ്ട്, അതിനകത്ത് സംശയമൊന്നും വേണ്ട. സാറും ഈ റൂമറിൽ വിശ്വസിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് കർമ്മ എന്തായാലും തിരിച്ചു വരുമെന്നാണോ സാർ, അതിലാണോ സാർ വിശ്വസിക്കുന്നത്? അല്ല, റൂമറെന്ന് ഞാൻ പറയില്ല. കാരണം അന്ന് അത്രയും വിശ്വസ്തനായ ഒരാളിനെ, നമ്മളൊരാളിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ ക്വാളിറ്റിയാണ്. ഞാൻ ചിന്തിക്കുന്നത് എന്നെപ്പോലാണ് താങ്കളെന്ന് ഞാൻ ചിന്തിക്കും. ഓക്കെ. അപ്പോൾ താങ്കൾക്ക് ഞാൻ ആ അവസരം, ഞാൻ സൈൻ ചെയ്യേണ്ട പോയിന്റ് പോലും താങ്കളെ ഏൽപ്പിക്കും. പക്ഷേ താങ്കൾ എന്നെ ചതിക്കുകയാണെന്ന് എനിക്കറിയില്ല, ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ടാവില്ല. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പോയി സ്ഥലം വാങ്ങുന്നു. ഈ സ്ഥലം വാങ്ങിയതെല്ലാം ക്രിസ്റ്റലിന്റെ പേരിലോ നമ്പൂതിരിയുടെ പേരിലോ ലതയുടെ പേരിലോ ആയിരുന്നില്ല. ഇതെല്ലാം ബിനാമി പേരുകളിലായിരുന്നു. ടാക്സ് ഇൻവേഷന് വേണ്ടിയിട്ട് ആയിരിക്കാം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ സോറി ടു ബ്രേക്ക് യു ഇൻ ബിറ്റ്വീൻ, നമ്പൂതിരി സർ കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വെളിയിലോട്ട് അങ്ങനെ കൂടുതൽ പബ്ലിസിറ്റിയിലോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ വളരെ വിരളമായിട്ടേ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. കൂടുതലും ഒന്നീ ലതാ മാഡം ആയിരിക്കാം അന്നത്തെ കാലത്താണെങ്കിലും, അല്ലെങ്കിൽ ഡോക്ടർ CJ റോയ് ആയിരിക്കാം. നമ്പൂതിരി സർ എപ്പോഴും ബാക്കിലായിരുന്നു. അതുകൊണ്ടായിരിക്കുമോ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നതെന്ന് തോന്നുന്നു? അതുകൊണ്ട് അത് ഞാൻ പറയാം. താങ്കൾ ഇപ്പൊ ഒരു ക്രിസ്ത്യനാണ്, ഞാനൊരു ജാതി പറയാൻ തോന്നണ്ട, ഒരു റിലിജിയൻ പറഞ്ഞെന്ന് തോന്നരുത്. പൊതുവിൽ നമ്മുടെ നമ്പൂതിരി കാറ്റഗറിയിലുള്ള ആൾക്കാർ എപ്പോഴും വളരെ ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. കാരണം നമ്പൂതിരി സാറിനെ എനിക്കറിയാവുന്നത് ബാംഗ്ലൂരിലെ ചൊക്കസാന്ദ്ര എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ ഗല്ലി ടൈപ്പ് ഒരു ഏരിയയിലാണ്. അദ്ദേഹത്തിന്റെ സ്റ്റാർട്ടിങ് ചൊക്കസാന്ദ്ര എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ, ഇന്ന് പൂനാ റോഡിലെ വലിയ സ്ഥലമാണ്. അവിടെ നിന്ന് തുടങ്ങിയ നമ്പൂതിരി സാറിന്റെ ഒരു ലൈഫ് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു മൂടി ക്യാരക്ടറാണ്. പക്ഷെ ലതാമാടതല്ല. ലതാമാടം കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ്ഡ് ആണ്, കുറച്ചുകൂടി ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് നിങ്ങൾ പല സ്റ്റേജുകളിലും കണ്ടാൽ മനസ്സിലാവും. നമ്പൂതിരി സാർ 2 വാക്ക് പറഞ്ഞിട്ട് പോകുന്ന ഒരു സ്ഥലത്ത് ലതാമാടം നന്നായിട്ട് പ്രസംഗിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളിലെല്ലാം ലതാമാടത്തെ റോയിയെ ഏൽപ്പിക്കുന്നത്. ലതാമാടം 101% റോയിയെ വിശ്വസിച്ചു. നമ്പൂതിരി സാർ ലതാമാടത്തിനെ വിശ്വസിച്ചു. ആ വിശ്വാസം റോയി. ഞാൻ അവിടെ ഒന്ന് സാറിന് സോറി ടു സ്റ്റോപ്പ് യു. വേറെയും കുറെ റൂമർ ഞാൻ കേട്ടു, ഞാൻ അതിനെ ഒബ്ജക്ടിഫൈ ചെയ്യുമല്ല. വിശ്വസിച്ച് അവസാനം കണ്ടില്ലേ, ഉള്ള സ്വത്തും പോയി, മാനവും പോയി. എന്തായാലും ഇപ്പം എൻ്റെ ഒരു ഇത്രയൊക്കെ ഞാൻ ഈ ഒരു കേസിനെ കുറിച്ച് സംസാരിച്ചെങ്കിലും എന്താ പറയണ്ടേ, ഞാൻ ആ നമ്പൂതിരിയുടെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് പോയായിരുന്നു. എന്തായാലും അദ്ദേഹം അപ്പായിട്ട് വരട്ടെ, നല്ല രീതിയിലൊന്ന് എത്തട്ടെ. കാരണം എന്താ വെച്ചാൽ മാനസികമായിട്ട് എത്രമാത്രം അദ്ദേഹം ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ കർമ്മയെന്ന് പറഞ്ഞൊരു കാര്യത്തിൽ ഞാനിപ്പോൾ പറയില്ല, ഞാനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ലെന്ന്. അത് അടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ പറയുന്ന ലതയുടെ പേരാണെങ്കിൽ പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാവരും ഇട്ട് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അന്ന് ചെയ്ത ആ ദ്രോഹം. ഓക്കെ, കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. ബൈ, ലവ് യു ഓൾ ഗൈസ്. ബൈ ബൈ ബൈ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കുക. ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ വഴിയെ മനസ്സിലാവും. ഇതൊന്നും അല്ല കേസ് കേട്ട്, വേറെ കേസുകളൊക്കെ ഉണ്ട്. അതൊക്കെ കേട്ടാൽ ചിലപ്പോൾ ഇതിനേക്കാളും ഞെട്ടിപ്പോകുന്ന സാധനങ്ങളൊക്കെയാണ്. ഞാനായിട്ടൊന്നും പറയാൻ നിൽക്കുന്നില്ല. പറയേണ്ട സാഹചര്യം വരുവാണെങ്കിൽ ഞാൻ പറയാം. ബൈ.